ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി ഒരു ആത്മീക സന്ദേശത്തിന് കാതോർക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം അറിയിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവിക ആലോചനകളെ തന്ന് നമ്മളെ ധന്യരാക്കി ശക്തരാക്കി വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളും പ്രമാണങ്ങളൊക്കെ നമുക്ക് നൽകി തന്ന് നമ്മളെ അതീവ അനുഗ്രഹത്താൽ ഓരോ ദിവസവും നടത്തുന്ന സ്നേഹനിധിയായ ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും മഹത്വവും എല്ലാം കരയേറ്റിക്കൊണ്ട് വചനം തരുന്ന കർത്താവിനെ എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മതിയാകില്ലെന്നറിയാം. എങ്കിലും ദൈവസന്നിധിയിൽ ഈ രാവിലെ എൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തിന് ഒത്തിരി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ആലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 38-9 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 38 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും അങ്ങയുടെ മുമ്പിലിരിക്കുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും അങ്ങയുടെ മുമ്പിലിരിക്കുന്നു. ആഗ്രഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പലതരം ചിന്തകളും ഉപദേശങ്ങളുമാണ് വേദപുസ്തകത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വ്യാഖ്യാതാക്കളും ആളുകളുമൊക്കെ സാധാരണ പ്രഭാഷണ വേദിയിലും സംഭാഷണ സദസ്സിലുമൊക്കെ പറയാറുള്ളത്. ചിലർ പറയുന്നു അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ദൈവം നിറവേറ്റി തരികയല്ല, ആവശ്യങ്ങളാണ് നിറവേറ്റി തരുന്നവൻ എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളും ചിന്തകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ഭക്തന്മാരായിരുന്ന ആളുകളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമുക്ക് തരുമെന്നുള്ള ശുഭസൂചനകൾ വേദപുസ്തകത്തിലെ പല ഭാഗത്തും കണ്ടിട്ടുമുണ്ട്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആഗ്രഹങ്ങളെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അനാവശ്യമായ ആഗ്രഹങ്ങളും ആവശ്യമായ ആഗ്രഹങ്ങളും ഒക്കെ കണ്ടേക്കാം. നല്ല ആഗ്രഹങ്ങളും ചീത്ത ആഗ്രഹങ്ങളും. നമ്മളിന്ന് ഈ അനാവശ്യമായ ആഗ്രഹങ്ങളോ ചീത്ത ആഗ്രഹങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുമാതിരി പരിജ്ഞാനമുള്ള ആളുകൾ ജീവിക്കാൻ, സ്വർഗത്തിൽ പോകാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ഇവിടെ ആഡംബരപൂർണനായി അടിച്ചു പൊളിച്ച് ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതല്ല ജീവിതം എന്ന് പറയാൻ കൂടെ ഇത്തരണത്തിൽ അവസരമെടുക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ആഗ്രഹിപ്പാനും ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാനൊക്കെ ദൈവമായ കർത്താവ് അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഹനിക്കേണ്ട കാര്യം വേദപുസ്തക പശ്ചാത്തലത്തിലില്ല. ഇനി ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഗ്രഹത്തെക്കുറിച്ച് ഇന്ന് നാം പറയേണ്ട കാര്യങ്ങൾ പറയാം. ചില ആളുകളുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കും. ഇവിടെ ഈ വാക്യത്തിൽ സങ്കീർത്തനം എഴുതിയ ദാവീദ് 9 വാക്യത്തിൽ കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ 2-3 തരങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങളെ വയ്ക്കുന്ന ആളുകൾ ആത്മീയരുടെ ഇടയിലുണ്ട്, കർത്തൃദാസന്മാരുടെ ഇടയിലുണ്ട്. ആഗ്രഹങ്ങൾ കണ്ടേക്കാം, നല്ല നല്ല കാര്യങ്ങൾ, ചിലരുടെ സൗകര്യപ്രദമായ ജീവിതം, മക്കളുടെ കാര്യങ്ങൾ, ചിലപ്പോൾ വിദേശത്തുനിന്ന് യാത്ര പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ മനുഷ്യ സഹജമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിനിടയിൽ കയറി പറയാം, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മെപ്പോലെ ചിലർക്കെങ്കിലും കഴിഞ്ഞാൽ അതൊരു പുണ്യമാണ്. അപ്പനോ അമ്മയോ ഒരു കർത്തൃദാസനോ ഒരു മകനോ ഒരു ആത്മീകനോ ഒരു സാധുവായ മനുഷ്യനോ അവരുടെ ഹൃദയത്തിനകത്തൊരാഗ്രഹം, അത് നമ്മൾ മനസ്സിലാക്കുക. സംഭാഷണത്തിലൂടെയോ ഇടപെടലിലൂടെയൊക്കെ ഉള്ളമറിയാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കി ആ ആഗ്രഹം നിറവേറ്റിക്കൊടുത്താൽ അവർക്കെന്ത് സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും എന്നറിയോ. അത് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു. ഞാൻ വീണ്ടും ഒന്നോടെ ആവർത്തിക്കുന്നു, മനുഷ്യൻ്റെ മുമ്പിലേക്ക് ആഗ്രഹങ്ങളെ വയ്ക്കുന്നവർ. പൗലോസ് അപ്പോസ്തലനെ ഞാൻ നന്നായി
പഠിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒരിക്കൽ റോമയൊന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു സംഭവം ഞാൻ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ലോകം മുഴുവൻ, അന്നത്തെ ലോകം മുഴുവൻ ഒരുപാട് സമുന്നതരുമായി ബന്ധമുള്ള ഒരാളാണ് പൗലോസ്. അന്നത്തെ റോമ പോലത്തൊരു പട്ടണത്തിൽ അദ്ദേഹത്തിന് പോകാനൊരാഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ആഗ്രഹം ഏതെങ്കിലും റോമാ സഭയിലെ സമ്പന്നനായ ഒരു സഹോദരന് മുമ്പിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന് സ്വഭാവം ഉണ്ടായിരുന്നു, മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരിക്കലും ആഗ്രഹങ്ങൾ വെച്ചു കൊടുക്കുകയില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കും. ദൈവം അത് തക്ക സമയത്ത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തത്, മനുഷ്യരുടെ മുമ്പിലേക്ക്, ഏറ്റവും സ്വന്തക്കാരുടെ മുമ്പിലേക്ക് പോലും നമ്മൾ ആഗ്രഹങ്ങൾ വെച്ചു കൊടുത്താൽ ചിലപ്പോഴൊക്കെ നടന്നേക്കാം, പക്ഷെ എപ്പോഴും നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അതില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കാരണമാകാം, ചിലപ്പോൾ ബന്ധങ്ങൾ ഉലയാൻ കാരണമാകാം, ചിലപ്പോൾ നമ്മളെ അകറ്റി നിർത്താൻ കാരണമാകാം, ചിലപ്പോൾ നമ്മളെ കുറ്റം പറയാൻ കാരണമാകാം. അങ്ങനെ ഒത്തിരി കാരണങ്ങളാകാം മനുഷ്യൻ്റെ മുമ്പിലേക്ക്, ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ, ഏതൊരു ആഗ്രഹവും നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ എല്ലാം സക്സസ് ആകണമെന്നില്ല. രണ്ടാമതൊരു തരം ആൾക്കാരുണ്ട്, ആരോടും, മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും ആഗ്രഹങ്ങൾ വെക്കുകയില്ല, സ്വന്തം ഹൃദയത്തിൽ തന്നെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ. ആരോടും പറയില്ല എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില നല്ല ആഗ്രഹങ്ങളുണ്ട്, അത് എങ്ങും പങ്കുവെക്കാതെ, എവിടെയും ഇറക്കി വയ്ക്കാതെ, ഹൃദയത്തിൽ ആരും അറിയാതെ, ദൈവം പോലും അറിയാതെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് കഥയില്ല. മനുഷ്യൻ്റെ മുമ്പിലേക്ക് ആഗ്രഹങ്ങളെ വെച്ച് വിളമ്പരുത് എന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വയ്ക്കുവാൻ, എൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം കർത്താവിൻ്റെ സന്നിധിയാണ്. ദാവീദ് അതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. വലിയ കഷ്ടപ്പാടും പ്രയാസവും നിരാശയൊക്കെയുള്ള സമയത്തായി 38-ാം സങ്കീർത്തനം എഴുതുന്നത് തന്നെ കേട്ടോ. ഒത്തിരി 38-ാം സങ്കീർത്തനം എന്ന് വായിച്ചാൽ അദ്ദേഹം ആകെ തകർന്നിരിക്കുക. ശരീരത്തിലെ വ്രണങ്ങൾ പോലും ചീഞ്ഞ് നാറുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഏത് സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായെന്നറിയില്ല. ഭംഗിവാക്ക് എഴുതി വേദപുസ്തകം നിറച്ച ഒരു മനുഷ്യനല്ല ദാവീദ്. അതുകൊണ്ട് ഇതൊക്കെ പച്ചയായ അനുഭവങ്ങളായിരിക്കാം. ഒറ്റപ്പെട്ട് കാട്ടിലൂടെ മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് നടക്കുമ്പോൾ ശരീരത്തിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും മുറിവ്, ശത്രുവിൽ നിന്നൊരു മുറിവേറ്റതായി വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ വ്രണങ്ങൾ, രോഗങ്ങളായിട്ടോ വ്രണങ്ങളായിട്ടൊക്കെ ഉണ്ടായിട്ട് അത് വെച്ച് കെട്ടാൻ പോലും പറ്റാതെ ചീഞ്ഞു നാറിയ സന്ദർഭങ്ങൾ. അങ്ങനൊരു പശ്ചാത്തലത്തിൽ ശത്രുവിട്ട് ഓടിക്കുമ്പോൾ, മനസ്സ് തകർന്നിരിക്കുമ്പോൾ, ഹൃദയം ഉടഞ്ഞിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു. ഇനി നിങ്ങൾ വാക്യങ്ങളെടുത്ത് തെളിയിക്കുന്നതിനേക്കാൾ പൊതുവായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. കർത്താവിൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ദാവീദേന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയേ. ഉറപ്പുണ്ടെനിക്ക്, ദാവീദ് പറയും, ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാൻ പല കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ ആഗ്രഹമായി വെച്ചത്. പക്ഷേ ഞാൻ വെച്ച പല ആഗ്രഹങ്ങളും ദൈവം നടത്തി. ഏറ്റവും ചെറിയൊരു കാര്യമാണ് യഹോവയ്ക്കൊരാലയം പണിയെന്നൊരാഗ്രഹം. ആഗ്രഹവും ദൈവം നിഷേധിച്ചില്ലല്ലോ. ദാവീദിൻ്റെ കാലത്ത് പണിതില്ല എന്നതൊരു പോരായ്മയല്ലേ എന്ന് വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് ചോദിക്കാം. പക്ഷേ ഏറ്റവും വലിയൊരു പദ്ധതിയല്ലായിരുന്നു അത്. ദൈവത്തിനൊരാലയം, ആലയമെന്ന ആഗ്രഹം ആരുടെ ഹൃദയത്തിലുണ്ടായി? ഒരുപക്ഷെ ആലയമെന്ന ആശയം ആദ്യമായിട്ടുണ്ടായത് യാക്കോബിൻ്റെ ഹൃദയത്തിലാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ലൂസിൽ കല്ല് തലണയമായി വെച്ച് കിടന്നുറങ്ങിയ രാത്രിയിലാണ് യഹോവയുടെ ആലയമാണെന്ന് പറഞ്ഞൊരു കല്ല് നാട്ടി. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ നിവർത്തിച്ചത് ആലയമായി തീരുമെന്നൊക്കെ പറഞ്ഞു പോയത്. ഒരാശയം പുറത്തു കൊണ്ടുവന്നത് യാക്കോബാണ്. പക്ഷെ ആലയമെന്ന ആഗ്രഹം ദാവീദിൻ്റെ ആയിരുന്നു. ഒരുപാട് പേർക്ക് ആശയങ്ങളുണ്ട് ദൈവമക്കളെ, അതെല്ലാം നടക്കണമെന്നില്ല. പക്ഷെ ആഗ്രഹങ്ങൾ ദൈവം മുമ്പിൽ വയ്ക്കുക. ആരോടും പറയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ.
ദൈവത്തിൻ്റെ മുമ്പിൽ പറയാൻ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു പ്രൈവസി വേറെ എങ്ങും കിട്ടിയാല. നമുക്ക് ദൈവത്തോട് പറയും, തിരുത്തേണ്ടതാണെങ്കിൽ ദൈവം തിരുത്തും, ശാസിക്കേണ്ടതാണെങ്കിൽ ദൈവം ശാസിക്കും. പക്ഷെ മനുഷ്യൻ്റെ മുമ്പിലാണെങ്കിൽ അന്നേരം ഒന്നും പറയില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും പറയും, ഓ ഇവൻ്റെയൊക്കെ ആഗ്രഹം കണ്ടോ. എന്തിനങ്ങനെ കേൾക്കുന്നത്? നമുക്കൊരു ദൈവമില്ലേ? നമുക്കൊരു കർത്താവില്ലേ? എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, ഒരാഗ്രഹവും ഇല്ലാതെ ജീവിച്ചിരുന്നിട്ടെന്ത് കഥ? നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് എങ്ങനെ ചെയ്യുന്നത്? ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ഈ വാക്യമൊക്കെ അതുപോലെ പച്ചയ്ക്ക് പറയണം. എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവേ, ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒന്ന് ശാന്തമായിട്ട് പോയിരുന്ന് പറഞ്ഞു നോക്കി. കുഞ്ഞുങ്ങൾ പോലും എന്നെ കേൾക്കുന്നവർ പറഞ്ഞു നോക്കി. കർത്താവ് ആഗ്രഹങ്ങളെ തള്ളിക്കളയുന്നവനല്ല കേട്ടോ. ഭക്തന്മാരുടെ പല ആഗ്രഹങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു. കർത്താവ് അത് തക്ക സമയത്ത് പരിഗണിച്ചു. ഞാൻ പറഞ്ഞു നിർത്താം. മനുഷ്യൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ വയ്ക്കുന്നതിനേക്കാൾ, എങ്ങും ഇറക്കി വയ്ക്കാതെ ചങ്കിനകത്ത് കുറേ ആഗ്രഹങ്ങളുമായി നടക്കുന്നതിനേക്കാൾ, പ്രാർത്ഥനാ മുറിയിലിരുന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് നടപ്പിലാകും. നമുക്കങ്ങനെ ശ്രമിക്കാം, അങ്ങനെയാകാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനേ, മനസ്സലിവുള്ള ദൈവമേ, അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തുന്നു. ദൈവം പ്രവർത്തിക്കണേ. ഇന്ന് ഈ കേട്ട വചനം വെച്ച് ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ആഗ്രഹം വയ്ക്കുമ്പോൾ തള്ളിക്കളയരുതേ. സ്വീകരിക്കണമേ, ചേർത്ത് നിർത്തണമേ, അവരെ കൂടി കരുതണമേ, അവരുടെ ആഗ്രഹങ്ങളെ നടപ്പിലാക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.